അഭിഷേകിനോട് ഭയങ്കര സോഫ്റ്റ് കോർണറാണ് ചേച്ചിക്ക് ഈയിടെയായിട്ട്. തേപ്പ് കട ചേച്ചിക്ക് അഭിഷേകിനെ കൂടെ ഒന്ന് തേച്ചാലോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. അഭിഷേക് ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് ഇന്നലത്തെ രാവിലത്തെ ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ടാസ്കുകൾ ഒക്കെ കണ്ടു കാണും നിങ്ങൾ. ബിഗ് ബോസിൽ നമ്മുടെ ജിൻഡോ ഭയങ്കര ഒരു മാസായിരുന്നു. രാജാവായപ്പോൾ പുള്ളി കാണിച്ചതെന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവങ്ങളായിരുന്നു. എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ്. കഴിഞ്ഞ കൊല്ലം അഖിൽ മഹാരാർ ചെയ്തതാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ഇങ്ങനെ വേണം ആ രാജാവിൻ്റെ ആ ഒരു പോസ്റ്റ് യൂസ് ചെയ്യാൻ, ഇങ്ങനെ വേണം യൂസ് ചെയ്യാൻ. അല്ലാതെ ചുമ്മാതെ നീ മിണ്ടരുത്, അവർ മിണ്ടരുത്, ഇവർ നിൽക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ രണ്ടും മറ്റേ താക്കോലും ഞാൻ തന്നെ തരും, നിങ്ങൾ ടാസ്കുകളിൽ ജയിക്കുന്നവർക്ക് ഞാൻ തരും. അപ്പോൾ അത് അടിപൊളി നല്ല രസമായിട്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അഹങ്കാരിയായ തേപ്പുകട ജാസ്മിന് രാജ്ഞി കിട്ടിയാൽ എന്താ സംഭവിക്കാമെന്നറിയാമല്ലോ. അപ്പോൾ തേപ്പുകട ജാസ്മിൻ അത് കിട്ടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ടാസ്കുകളിലൊക്കെ അവളാണ് വിജയിച്ചത്. കാരണം ശ്രീതുവും അർജുനും അവളുമായിരുന്നു. അങ്ങനെ അവൾ വിജയിച്ചു. ടാസ്ക് കാണണം. ഇപ്പോൾ ഈ സീൻ നിങ്ങൾ കണ്ടല്ലോ. ഇത് ഞാൻ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ അർജുൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ, അർജുൻ മറ്റേ ലോക കുണ്ടൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ വന്ന് അതിൽ കുറേ തെറി കമൻറ്റും, കുറേ നല്ല രീതിയിൽ എന്നെ തെറി വിളിച്ചുകൊണ്ടുള്ള കമൻറ്റും, നല്ല രീതിയിൽ എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് അതിൽ കുറേ കമൻറ്റൊക്കെ യൂട്യൂബ് എടുത്ത് കളഞ്ഞു. ഞാനായിട്ടൊന്നും എടുത്ത് കളയാൻ പോയിട്ടില്ല. ഇവൻ്റെ സ്വഭാവം കണ്ടില്ലേ? ഇവൻ പ്രേമിക്കുന്ന പെണ്ണാണ്. ഇവൻ പറയുന്നത് ഇവന് ലവ്വാന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുന്നതാണ്. ആ പെണ്ണിനെയാണ് അവൻ തള്ളി താഴെ ഇട്ടത്. ആ കസേര മാറ്റി, കസേര കളിയായിരുന്നു, കസേര മാറ്റി അവളെ താഴെ ഇട്ടു. ആ കസേര മാറ്റേണ്ട വല്ല കാര്യമുണ്ടോ? ഇവന് ജയിക്കാൻ വേണ്ടിയിട്ട് ഇവൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ടവനാണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് എല്ലാവരും ചിരിച്ചു. പക്ഷേ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണിനെ ഇങ്ങനെ തള്ളി താഴെ ഇടാൻ പാടുണ്ടോ? നേരത്തെ പുള്ളി ചെയ്തത് നമ്മൾ കണ്ടതാണ്. മറ്റേ വലിച്ച് എടുത്ത് തറയടിച്ചത് നന്ദന പുറകിൽ വന്ന മറ്റേ ചാക്കിൻ്റെ ടാസ്കിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നന്ദനയ്ക്കും ശ്രീധുവിനും ഒരേ വിധിയാണ് അവൻ്റെ ബുക്കിൽ. എന്ത് വക മനുഷ്യനാണ്, ഒരു നാണോ മാനോ ഇല്ലാത്ത ഒരു ഭയങ്കര മോഡലാണ്, ഭയങ്കര ഹൾക്കാണ്, ഭയങ്കര മറ്റേ ഹങ്കാണ്, ഭയങ്കര ലുക്കാണ്, ആനയാണ് അണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതാണോ? ഇത് മറ്റേ രാക്ഷസം സിനിമ കണ്ടതല്ലേ, അതുപോലത്തെ സൈക്കോ ആണ്. അതാണ് എനിക്ക് ഇത് കാണുമ്പോൾ പോട്ടെ എന്ന് പറയുമ്പോൾ, ഷണ്ണൻ എന്ന് പറയുമ്പോൾ അവൻ കാണിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അമ്മാതിരി പണിയാണ് ഇവൻ കാണിച്ചത്. എന്നിട്ട് ഇവൻ പോയി ഇരുന്ന് കരയായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് വിജയ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചയും ബഹളം. എന്ത് നാണം കെട്ട പരിപാടിയാണ്. ശ്രീധുവിനോട് ചോദിച്ച ഒരു സെക്കൻഡിലെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീധുവിന് അവിടെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരാളാണ്. അത് പോട്ടെ, അത് വേറെ കാര്യം. അത് മറ്റേ തമിഴ്നാട് TRPക്ക് വേണ്ടിയിട്ടുള്ള കളികളാണ്. എന്താണേലും ഇത്രയും വൃത്തികെട്ട ഒരുത്തൻ, ഇത്രയും ഒരു അയ്യോ ഒരു നാണവമാനം ഇല്ലാത്തവനാണ്. ആ പെണ്ണിനെ തള്ളി താഴെ ഇടുക എന്ന് പറയുമ്പോൾ ആ ചെയർ തള്ളി വെച്ചിട്ട് അവന് ഇരുന്ന് കൈയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അയ്യയ്യേ. പിന്നെ ജാസ്മിൻ്റെ കഥയിലേക്ക് വരാം. ജാസ്മിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിൻ അർജുനും ശ്രീധുവും ഒക്കെ അഗേൻസ്റ്റായി എന്നുള്ളത് മനസ്സിലായി. അവർ ദണ്ട് തട്ടിപ്പറിച്ചു. ഉടനെ പുള്ളിക്കാരി സ്വയമായിട്ട് മറ്റേ താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ കൊടുത്തായിട്ടാവുമല്ലോ, അവർ തട്ടിപ്പറിച്ചായിട്ടല്ലല്ലോ. അവൾ കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ശ്രീധു പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൾ അഭിഷേകിന് കൊടുത്തു. അഭിഷേകിനോട് ഭയങ്കര സോഫ്റ്റ് കോർണറാണ് ചേച്ചിക്ക് ഈയിടെയായിട്ട്. തേപ്പ് കട ചേച്ചിക്ക് അഭിഷേകിനെ കൂടെ ഒന്ന് തേച്ചാലോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. അഭിഷേക് ഭയങ്കര റൊമാൻറ്റിക് ആണെന്ന് ഇന്നലത്തെ രാവിലത്തെ ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വെറുതെ നിന്ന് ഇങ്ങനെ സിജോയും ഇവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഗെയിം മനസ്സിലായില്ല, ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ രാജാവല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്ത് വേണേൽ ചെയ്യാമല്ലോ. അങ്ങനെയല്ലല്ലോ, രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ആ 2 പോയിൻ്റ് ഉണ്ട്. ഒന്ന് നടക്കാൻ പാടില്ല, അനങ്ങാൻ പാടില്ല, ഒന്ന് മറ്റേ സംസാരിക്കാൻ പാടില്ല. ഇത് പിന്നെ നോറയൊക്കെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും ഒരു കാര്യം ഉണ്ടായില്ല. അവിടെ കിടന്ന് ഈ കൊച്ചു പിള്ളേർ മറ്റേ ക്രിക്കറ്റ് കളിയിൽ ഔട്ടായി കഴിഞ്ഞാൽ ബാറ്റ് എടുത്തുകൊണ്ട് ഇത് എൻ്റെ ബാറ്റാന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് കണ്ടത്. പിന്നെ പോയി കിടന്ന് ആകെ കരച്ചിലായിരുന്നു. വെളിയിൽ പോയിരുന്ന് മറ്റേ ജയിലിലിടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ജയിലിലിടാൻ ഞാൻ നിൽക്കത്തില്ല, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ മിണ്ടാൻ പാടില്ലേ? ഓക്കെ, ഞാൻ മിണ്ടുന്നില്ല, എന്നാലും ഞാൻ നിൽക്കത്തില്ല, നിൽക്കാനും പാടില്ല, ഇരിക്കാനും പാടില്ല, സംസാരിക്കാനും പാടില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ രാജിനി അല്ലല്ലോ, അതായതാന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം നമ്മുടെ ഭയങ്കരനായ ബിഗ് ബോസ് ടാസ്ക് തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. കാരണം ജാസ്മിൻ കുട്ടി മനസ്സ് വിഷമിച്ചു. എനിക്കിത് കണ്ടപ്പോൾ മറ്റേ സെബിൻ കുത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇവളൊരു ഡയലോഗുണ്ട്. സെബിൻ ഇങ്ങനെ കുത്തി നോവിച്ചു, ഇവളെ ഒരു പട്ടിയുടെ വില പോലും കൽപ്പിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് സെബിനെ ലാലേട്ടൻ വന്ന് അങ്ങനെ ചീത്ത പറഞ്ഞത്. ഇനിയിപ്പോൾ മറ്റന്നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് സിജോയെ ചീത്ത പറയുമോയെന്നറിയില്ല. സിജോയെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ ആൾക്കാർ ചീത്ത പറയും. അതാണ് സംഭവിക്കുക. എന്താണെങ്കിലും അയ്യോ ടാസ്ക് തന്നെ ഇല്ലാണ്ടായി കളഞ്ഞു. ഒരു ഫൺ എന്ന് പറയുന്ന പരിപാടി അറിയാത്ത ആൾക്കാരാണ് ഈ നോറയും ഈ ജാസ്മിനും. കാരണം ഇവർക്ക് എല്ലാ അറ്റൻഷനും വേണം, ഇവർക്ക് ക്യാമറ സ്പേസ് വേണം, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും എന്ത് ആയിപ്പോയാലും അവർക്കൊന്നും ഒരു കാര്യമില്ല. അതാണ് ആറ്റിറ്റ്യൂഡ്. 4-5 പേര് വട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇവളുടെ മാസും ക്ലാസ്സും ഒക്കെ. ഇവൾക്ക് ക്ലാസ് ഇല്ലെന്ന് നമുക്കറിയാമല്ലോ. തേപ്പ് കട പിന്നെന്തായിത്തീരും. അഭിഷേക് സൂക്ഷിച്ചോ മോനെ, അടുത്തത് നിന്നെയാണ് നോട്ടായിട്ട് വെച്ചിരിക്കുന്നത്. നിൻ്റെ കാര്യം എന്താവോ എന്തോ.